നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധം ശക്തമാക്കി CJP. ജന്തർ മന്ദറിൽ നൂറുകണക്കിന് പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച ഫാസ്റ്റ് ട്രാക്ക് കോടതി പരിഹാരമല്ലെന്ന് CJP നേതാക്കൾ പറഞ്ഞു. CJPയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ തുടരുകയാണ്. ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഔദ്യോഗിക വസതിയിലേക്കോ ഓഫീസിലേക്കോ CJP നേതാക്കൾക്ക് വരാമെന്നും കേന്ദ്രമന്ത്രി JP നഡ്ഡ അറിയിച്ചു. എന്നാൽ നിഷ്പക്ഷമായ വേദിയാണ് ചർച്ചയ്ക്ക് വേണ്ടതെന്ന് CJP മറുപടി നൽകി. അതിനിടെ പ്രതിഷേധം ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ കോൺഗ്രസ് എംപിമാർ യോഗം ചേരുകയാണ്. ലാൽകുമാർ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ലാൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ മന്ത്രി പറയുന്നു ഓഫീസിലോ വസതിയിലോ വരാം എന്ന്, പക്ഷേ പ്രക്ഷോഭകർ പറയുന്നു നിഷ്പക്ഷമായ ഒരു വേദിയാണ്, അവിടെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വെന്യൂ ആണ് വേണ്ടത് എന്ന് അവർ ആവശ്യപ്പെടുന്നു. ഇതിൽ ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകൂ എന്നതാണോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? കോൺഗ്രസ് എംപിമാരുടെ യോഗത്തിന്റെ ഒരു അജണ്ട എന്താണ്? പ്രമോദ് നേരത്തെ പറഞ്ഞ പോലെ CJP അവരുടെ ആവശ്യത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ്. കാരണം CJP തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, രാജി, വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി. അതേ ആവശ്യത്തിൽ തന്നെ അവർ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിന് വഴങ്ങാൻ തയ്യാറല്ല എന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ആദ്യ ദിനം ഈ സമരം നടക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ കേന്ദ്രമന്ത്രി ഉൾപ്പെടെവരുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ഒരു തീരുമാനവുമായിട്ടില്ല. ഇവർ ഉന്നയിച്ച കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. പ്രധാനമായും അതിൽ തീരുമാനമാവാത്തത് ഈ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ്. അതിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിൽ തീരുമാനമാവാതെ മറ്റൊരു ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന കാര്യം തന്നെയാണ് CJP ഇപ്പോഴും പറയുന്നത്. ഇന്ന് CJPയുടെ വക്താവ് ഉൾപ്പെടെ പറഞ്ഞത് അതാണ്. ഇന്ന് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച അതിവേഗ കോടതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ CJP ഇതുവരെ തയ്യാറായിട്ടില്ല. കാര്യം കോടിക്കണക്കിന് കേസുകളാണ് ഇന്ത്യയിലെ കോടതിയിൽ കെട്ടിക്കിടക്കുന്നത്. അതിനിടയിൽ ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യമാണ് ഇന്നും CJP ചോദിച്ചത്. മാത്രമല്ല ഇന്നിപ്പോൾ ഇത് കോൺഗ്രസ് എംപിമാരുടെ അല്ല, പ്രതിപക്ഷ എംപിമാരുടെ യോഗമാണ് ഇന്ന് ഇവിടെ ചേരുന്നത്. പ്രതിപക്ഷ എംപിമാരുടെ യോഗം പ്രധാനമായും യോഗത്തിന്റെ അജണ്ട പൂർണ്ണമായി എംപിമാർക്ക് അറിയില്ലെങ്കിൽ പോലും അവർ പ്രധാനമായി പറയുന്നത് സഭയ്ക്കകത്തും പുറത്തും എടുക്കേണ്ട തീരുമാനങ്ങൾ, ഏത് തരത്തിലാണ് പ്രതിപക്ഷ സമരങ്ങൾ ഐക്യപ്പെടേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക എന്നാണ് പ്രധാനമായിട്ടും അവർ പറയുന്നത്. അത്തരത്തിൽ സഭയിൽ കൂടി ഈ വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്ത് ഈ വിഷയം വരുമ്പോൾ അവ ആളിക്കത്തിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ കൂടി രംഗത്ത് വരുന്നു എന്ന കാര്യം ഇന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. മാത്രമല്ല CJP കൂടി നാളെ രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ജില്ലാ തലങ്ങളിൽ. അത്തരത്തിൽ രാജ്യ തലസ്ഥാനത്തിന് പുറത്ത് ചെറു നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇന്ന് DYFI നാളെ ഇവിടെ ഡൽഹിയിൽ തന്നെ ഡൽഹി ചലോ എന്ന രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. CITU തൊഴിലാളികളെയും കർഷകരെയും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. മഹിളാ സംഘടനകൾ, കോൺഗ്രസ്, അത്തരത്തിൽ വലിയ രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധത്തിന് ഇത് ആക്കം കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നും CJP വേദിയിലേക്ക് രാത്രിയാകുമ്പോഴേക്കും പലപ്പോഴും സംഘർഷമുണ്ടാവുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? പോലീസിന്റെ നീക്കത്തെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? അതാണ് നേരത്തെ പറഞ്ഞു വന്ന കാര്യം. ഇന്ന് കടകൾ അടക്കുന്ന കാര്യത്തിൽ വ്യാപാര സംഘടനകൾ നിർദ്ദേശം നൽകി എന്ന ഘട്ടത്തിൽ തന്നെ AAP, ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. കൂടുതൽ ആംബുലൻസുകൾ ഇവിടേക്ക് എത്തുന്നു, സുരക്ഷാ സേനകൾ എത്തുന്നു, ഇന്നും കേന്ദ്ര സേനകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഇതെന്തിനുള്ള പുറപ്പാട് എന്ന ചോദ്യം അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഉന്നയിച്ചിരുന്നു. കാരണം ഇന്നലെ രാത്രി ഉൾപ്പെടെയാണ് വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര പോലീസ്, ഇവിടുത്തെ ഡൽഹി പോലീസും കേന്ദ്ര സേനയും മാറിയത്. അതുപോലെ തന്നെ ഇന്ന് രാത്രിയും അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് കോപ്പുകൂട്ടുകയാണോ എന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ ചർച്ച കൊണ്ടുപോവുകയാണ്. അതിൽ അവർ CJP നേതാക്കൾ ഉൾപ്പെടെ ഈ നീക്കത്തെ വളരെ ജാഗ്രതയോടുകൂടിയാണ് കാണുന്നത്. കാര്യം ഈ പ്രശ്നങ്ങൾ വന്നതോടുകൂടി രാത്രി വിദ്യാർത്ഥികളെ മർദ്ദിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണോ, കടകൾ അടച്ച് നിർദ്ദേശം നൽകിക്കൊണ്ട് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് കടകൾ അടക്കുന്നതെന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയ ഒരു ഘട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഉൾപ്പെടെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ സംഘർഷം മാറിയിരുന്നു. CJPക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റുന്ന, അവരുടെ വക്താക്കൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കാനാണോ പോലീസിന്റെ നീക്കം എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു. ഓക്കെ, ലാൽകുമാറാണ് ചേർന്നത് ഡൽഹിയിൽ നിന്ന്. തീർച്ചയായും ഇന്ന് രാത്രിയിലേക്കുള്ള സന്നാഹം കൂടി കേന്ദ്രസേനയും ഡൽഹി പോലീസും നടത്തുകയാണ് എന്ന സൂചനകൾ ഇപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ട്. കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ. വിശദവിവരങ്ങളാണ് ലാൽകുമാർ നൽകിയത്.